ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. കഴിഞ്ഞ ദിവസം നടന്ന LGS എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ആരുടെ പ്രസ്താവന? ഉത്തരം വില്യം ബെൻഡിക് പ്രഭു. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയേത്? ഉത്തരം ഓപ്ഷൻ ബി, ഒന്ന് മാത്രം ശരി. ശരിയായ പ്രസ്താവന ഏതാണെന്ന് നോക്കാം. കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പും. ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം? ഉത്തരം പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന ഏത്? ഉത്തരം അലിഗഡ് പ്രസ്ഥാനം. രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ? ഉത്തരം ഓപ്ഷൻ ബി 3, 4 എന്നിവ ശരിയായ ഉത്തരങ്ങളാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. 3 മിറാത്ത് ഉൽ അക്ബർ, 4 സംബാദ് കൗമുദി. രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത്? ഉത്തരം ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. 1821 രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യ കലാപത്തിന്റെ കാരണമെന്ത്? ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവ ശരിയായ ഉത്തരങ്ങളാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. 1 ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്. 2 നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്. 3 നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല? ഉത്തരം പാലക്കാട്. EV രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം? ഉത്തരം വൈക്കം സത്യാഗ്രഹം. കേരളത്തിലെ ആദ്യ രാജവംശമായ മൂഷക വംശം ഭരണം നടത്തിയിരുന്നത്? ഉത്തരം കോലത്തുനാട്. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി? ഉത്തരം ദിവ്യ ദേശ്മുഖ്. 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം? ഉത്തരം ഇറ്റലി. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം? ഉത്തരം സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ? ഉത്തരം ആർട്ടിക്കിൾ 24. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി ഏത്? ഉത്തരം ഓപ്ഷൻ സി, മൂന്നാമത്തെ ഉത്തരമാണ് ശരിയായി നൽകിയിരിക്കുന്നത്. ഏതാണെന്ന് നോക്കാം. സുപ്രീം കോടതിയും ഹൈക്കോടതിയും. അതായത് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതികൾ സുപ്രീം കോടതിയും ഹൈക്കോടതിയും. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി? ഉത്തരം നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടുള്ളത്. 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ എ 1, 3 ആണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. 1 സ്ഥിരതയോടുകൂടിയ വളർച്ച, 3 സ്വാശ്രയത്വം. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നത് സ്വീകരിച്ച മാർഗങ്ങൾ എന്തെല്ലാം? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ എന്തെല്ലാം? ഉത്തരം ഓപ്ഷൻ സി 1, 2, 3. ഏതൊക്കെയാണ് തന്നിരിക്കുന്ന പ്രസ്താവനകൾ നോക്കാം. 1 സൈനിക നടപടി, 2 ലയനക്കരാർ, 3 അനുരഞ്ജനം. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെപ്പറ്റി നിർദ്ദേശിച്ച ഡോക്ടർ CS കോത്താരി കമ്മീഷന്റെ ശുപാർശകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി 2, 4 ആണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. 2 10 +2 +3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. 4 മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി ഏത്? ഉത്തരം ഗഗൻയാൻ.
1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്പറേഷൻ സഫേദ് സാഗർ. 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിതയാര്? ഉത്തരം മനു ഭാക്കർ. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഉത്തരം കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം കാരക്കോറം. ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നതെന്ത്? ഉത്തരം ഇരുമ്പ്. ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഉത്തരം ഗോദാവരി. പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷമേത്? ഉത്തരം 2003. ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ്? ഉത്തരം 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഉത്തരം ഇന്ദിരാഗാന്ധി. 53ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഉത്തരം മമ്മൂട്ടി. 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ ആര്? ഉത്തരം ഓസ്ട്രേലിയ. കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം പത്തനംതിട്ട. കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷമേത്? ഉത്തരം 2018. റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രമല്ലാത്തത് ആര്? ഉത്തരം സുമതി. ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ്? ഉത്തരം 30%. കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് ഏത് ജില്ലയിലാണ്? ഉത്തരം വയനാട്. പാതിര മണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഉത്തരം ആലപ്പുഴ. എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ ഏത്? ഉത്തരം ശാസ്താംകോട്ട. താഴെ പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെയും സംരക്ഷിത ജീവികളെയും ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ് കറക്റ്റായ ആൻസർ. നമുക്ക് ഏതൊക്കെയാണെന്ന് ചേർത്ത് വായിക്കാം. റീഡ് തവളകൾ, കക്കയം, ചാമ്പൽ മലയണ്ണാൻ, ചിന്നാർ, സിംഹവാലൻ കുരങ്ങ്, സൈലന്റ് വാലി, വരയാട്, ഇരവികുളം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ മാനക രേഖാംശം 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശം. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് ഇന്ദിരാ കോൾ. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയിലെ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉം മാത്രമാണ് ശരിയായ പ്രസ്താവനകൾ. ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുഡ്. ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ. അടുത്ത ചോദ്യം, പെരിയാറിന്റെ നീളം എത്ര കിലോമീറ്റർ ആണ്? ഇതിൽ കറക്റ്റായ ഓപ്ഷൻ ഇല്ല. പ്രൊഫഷണൽ ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എ ആണ്. പക്ഷേ ശരിയായ ആൻസർ 244 കിലോമീറ്റർ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമായ ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം പ്രസ്താവനകളാണ്. ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. 3 ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്ന സഭ. സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ എ 3 മാത്രം. മൂന്നാമത്തെ പ്രസ്താവന ഏതാണെന്ന് നോക്കാം. ഉൽപാദനത്തിലും വരുമാനത്തിലുമുള്ള വർധനവ്. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുക. രചയിതാക്കളും കൃതികളും തന്നിരിക്കുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. നമുക്ക്
ശരിയായ ഉത്തരം നോക്കാം. 1 വരാഹമിഹിരൻ കൃതി ലഘുജാതകം, കാളിദാസൻ കൃതി വിക്രമോർവശീയം, വിശാഖദത്തൻ കൃതി മുദ്രരാക്ഷസം, ശൂദ്രകൻ കൃതി മൃച്ഛഘടികം. അടുത്ത ചോദ്യം, കൃത്രിമ ഉപഗ്രഹം ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം ഏത്? ഉത്തരം PSLV C-57. സമൂഹശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ഉത്തരം അഗസ്ത് കോംതെ. 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? ഉത്തരം തെക്കേ അമേരിക്ക. മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നത് 2023 ഏത് ലോകദിനത്തിലെ സന്ദേശമാണ് എന്നാണ് അടുത്ത ചോദ്യം. ഉത്തരം മണ്ണ് ദിനം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ ജന്മദേശം ഏത്? ഉത്തരം പോർച്ചുഗൽ. 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ആർക്ക്? ഉത്തരം ക്ലോഡിയ ഗോൾഡിൻ. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവന തിരഞ്ഞെടുക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം പ്രസ്താവനകൾ ഏതാണെന്ന് നോക്കാം. ആഹാരത്തിലെ പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം. 2 വില്ലസുകൾ കാണപ്പെടുന്ന ഭാഗം. അടുത്ത ചോദ്യം, മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് വിറ്റമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം വിറ്റമിൻ എ. കേരളത്തിന്റെ പ്രധാന വരുമാന സ്രോതസ് ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ്? ഉത്തരം നാളികേരം. ദേശീയ വനനയം നിലവിൽ വന്ന വർഷമേത്? ഉത്തരം 1988. റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏത്? ഉത്തരം IUCN. 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമേത്? ഉത്തരം സൗദി അറേബ്യ. രാജ്യത്തിന്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാബ്വെ പുറത്തിറക്കിയ പുതിയ കറൻസിയുടെ പേരെന്ത്? ഉത്തരം സിഗ്. നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഭക്ഷ്യവസ്തുവാണല്ലോ കറിയുപ്പ്. താഴെ കൊടുക്കുന്നവയിൽ നിന്ന് കറിയുപ്പിന്റെ രാസനാമം തിരഞ്ഞെടുക്കുക. ഉത്തരം സോഡിയം ക്ലോറൈഡ്. പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ രൂപമാണ്? ഉത്തരം രാസോർജം. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധി എത്ര? ഉത്തരം 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. അടുത്ത ചോദ്യം ആറ്റത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളാണ്. ഏതെല്ലാമാണ് ശരിയെന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം ഓപ്ഷൻ സി എല്ലാം ശരിയാണ്. പ്രസ്താവനകൾ നോക്കാം. എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറുകണങ്ങൾ കൊണ്ടാണ്. 2 വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും. 3 രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. 4 രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതിയതായി നിർമ്മിക്കപ്പെടുന്നില്ല, നശിപ്പിക്കപ്പെടുന്നില്ല. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതെല്ലാമാണ് ശരിയെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ 2 മാത്രമാണ് ശരിയായ പ്രസ്താവന. ഏതാണെന്ന് നോക്കാം. എല്ലാ അയിരുകളും ധാതുക്കളാണ്. അടുത്ത ചോദ്യം, 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം ഏതാണ്? ഉത്തരം ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വളർച്ചാ പ്രതിരോധം. 2023 രസതന്ത്ര നോബൽ സമ്മാനം എത്ര പേർക്ക് ലഭിച്ചു എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി 3 പേർക്ക് ലഭിച്ചു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? ഉത്തരം കരൾ. താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏത്? ഉത്തരം മലമ്പനി. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ? ഉത്തരം ഫൈബ്രിനോജൻ. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഉത്തരം EEG. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവനശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേരെന്ത്?
ഉത്തരം കാർസാപ്പ്. സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യ പാത ഏത്? പ്ലാസ്മോഡെസ്മേറ്റ. അടുത്ത ചോദ്യം, അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിന്റെ രോഗകാരി ഏത്? ഉത്തരം നെഗ്ലേറിയ ഫൗലേറി. ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര്? ഉത്തരം അമൃതം. ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണിക്കുന്ന ഇരട്ട സ്തരം? ഉത്തരം പ്ലൂറ. താഴെ പറയുന്നവയിൽ പോർട്ടൽ സിരയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി. പ്രസ്താവന 2ഉം 4ഉം ശരിയായ പ്രസ്താവനകളാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. 2, അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. 4, പോഷകഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലെത്തിക്കുന്നു. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക്? ഉത്തരം നിലമ്പൂർ. ഏത് രോഗത്തിന്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഉത്തരം എംപോക്സ്. ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം? ഉത്തരം ആസാം. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം? ഉത്തരം നാഗാലാൻഡ്. അടുത്തത് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയി കാണുക. ഇപ്പോൾ നമ്മളിവിടെ ക്വസ്റ്റ്യൻ നമ്പറും കറക്റ്റ് ആൻസറിൻ്റെ ഓപ്ഷനും മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. 81 ഓപ്ഷൻ എ, 82 ഓപ്ഷൻ ബി, 83 ഓപ്ഷൻ എ. ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ പ്രൊഫഷണൽ ആൻസർ കീയിൽ ഓപ്ഷൻ എ ആണ് ആൻസർ തന്നിരിക്കുന്നത്. പക്ഷേ കറക്റ്റ് ആൻസർ 3.5 ആണ് ആൻസർ. അതുകൊണ്ട് ചിലപ്പം ഫൈനൽ ആൻസർ കീയിൽ ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആവാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 84 ഓപ്ഷൻ ഡി, 85 ഓപ്ഷൻ ബി, 86 ഓപ്ഷൻ ബി, 87 ഓപ്ഷൻ എ, 88 ഓപ്ഷൻ എ, 89 ഓപ്ഷൻ ബി, 90 ഓപ്ഷൻ എ, 91 ഓപ്ഷൻ ബി, 92 ഓപ്ഷൻ എ, 93 ഓപ്ഷൻ എ, 94 ഓപ്ഷൻ ബി, 95 ഓപ്ഷൻ ഡി, 96 ഓപ്ഷൻ എ, 97 ഓപ്ഷൻ എ, 98 ഓപ്ഷൻ ഡി, 99 ഓപ്ഷൻ എ, 100 ഓപ്ഷൻ സി. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.